ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല പകൽ സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ എഴുതിയിരിക്കുന്നത്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. സ്തോത്രം. എന്താണ് കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ആ സന്തോഷം? കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ആ സന്തോഷത്തെ ഓർത്ത് കർത്താവ് അപമാനം അലക്ഷ്യമാക്കി കളഞ്ഞു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ ഒരു ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പാപം മൂലം സാത്താന്റെ അധീനതയിലായിരിക്കുന്ന, സാത്താന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ലോകത്തിന്റെ, ദൈവജനത്തിന്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് യേശു എന്ത് ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. പ്രിയ ദൈവത്തിന്റെ മക്കളെ, കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശുമായി ചുമന്നു പോകുമ്പോൾ ആ തെരുവുകളിൽ കൂടി ഹല്ലേലൂയ ക്രൂശും ചുമന്ന് നടന്നു നീങ്ങുന്ന കർത്താവ് സഹിച്ചതായ ആ അപമാനം, ആ നിന്ന, മറ്റുള്ളവരുടേതായ നിന്ന, റോമൻ പട്ടാളത്തിന്റെ അടിയും അവര് കാർപ്പിച്ചു മുഖത്ത് തുപ്പുന്നതും അങ്ങനെ ഒക്കെ ഒത്തിരി നിന്ദകളും അപമാനങ്ങളും സഹിച്ച് കർത്താവ് ആ ക്രൂശുമായി ചുമന്നു പോകുമ്പോൾ ആ അപമാനത്തെ കർത്താവ് എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി കളഞ്ഞു. അലക്ഷ്യമാക്കുക എന്ന് വെച്ചാൽ നിസ്സാരമാക്കി കളയുക, അത് മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം എന്താണ്? അത് അലക്ഷ്യമാക്കി കളഞ്ഞ് നിസ്സാരമാക്കി കർത്താവ് മുമ്പോട്ട് പോയത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തെ ഓർത്ത്. എന്താണ് ആ സന്തോഷം? ദൈവജനത്തിന്റെ, ലോകത്തിന്റെ വീണ്ടെടുപ്പ്. ആ ലോകത്തിന്റെ പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന ദൈവജനത്തിന്റെ വീണ്ടെടുപ്പ്. ആ സന്തോഷത്തെ ഓർത്തുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. സ്തോത്രം. അങ്ങനത്തെ അപമാനം അലക്ഷ്യമാക്കി കർത്താവ് ആ ക്രൂശിനെ സഹിച്ചു. ആമേൻ സ്തോത്രം. ക്രൂശിനെ സഹിക്കുകയും, ആമേൻ സ്തോത്രം, അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മൾ ഒത്തിരി നിന്ദകളും അപമാനങ്ങളും ഒക്കെയും സഹിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ മുമ്പിൽ ദൈവം നമുക്ക് തന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ ദൈവത്തിന് പല ഉദ്ദേശങ്ങളുണ്ട്. അവനെക്കുറിച്ച് ദൈവത്തിന് പല പദ്ധതികളുണ്ട്. ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് പലവിധമായ പ്ലാനുകളും പദ്ധതികളുമുണ്ട്. അതനുസരിച്ചാണ് ദൈവം തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വാഗ്ദത്തത്തിലോട്ട്, ആ ദൈവിക പദ്ധതിയിലോട്ട് നമ്മൾ എത്തുന്നത് വരെയും പലവിധമായ കഷ്ടതകളിൽ കൂടിയും അപമാനങ്ങളിൽ കൂടിയും നിന്ദകളിൽ കൂടിയൊക്കെയും നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം നമ്മൾ സഹിച്ച്, അതെല്ലാം അലക്ഷ്യമാക്കി കളഞ്ഞ് നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്നതായ അപമാനങ്ങൾ, നിന്ദകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന നിന്ദകളും അപമാനങ്ങളും അതെല്ലാം അലക്ഷ്യമാക്കി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ദൈവിക വാഗ്ദത്തത്തെ കണ്ടുകൊണ്ട് ആ സന്തോഷത്തെ നമ്മൾ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ഓരോ ദിവസവും മുന്നേറുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകും. നമുക്ക് യോസഫിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 43-ാം അധ്യായത്തില്, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നമ്മൾ ഹല്ലേലൂയ വായിച്ചു നോക്കുമ്പോൾ അവിടെ യോസഫിനെ ദൈവം തിരഞ്ഞെടുത്തു. യോസഫ് യാക്കോബിന്റെ ഏറ്റവും ഇളയ മകനായിരുന്നു. അവന് ദൈവം ഒരു ദർശനം കൊടുത്തു. എന്താണ് ദർശനം കൊടുത്തത്? ആമേൻ സ്തോത്രം. അവന്റെ സഹോദരങ്ങൾ അവനെ കുമ്പിട്ട് നമസ്കരിക്കുന്നതായി. ആമേൻ സ്തോത്രം. മറ്റുള്ള കറ്റകൾ ഹല്ലേലൂയ യോസഫിന്റെ കറ്റകളെ വണങ്ങി നമസ്കരിക്കുന്നതായ ആ സ്വപ്നം ദൈവം കൊടുത്തപ്പോൾ ആ ദർശനം ആ യോസഫിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ യോസഫ് ആ ദർശനം ലഭിച്ചതിന് ശേഷം സഹോദരന്മാരിൽ നിന്ന് അപമാനം ഹല്ലേലൂയ സഹിക്കേണ്ടി വന്നു. പിന്നെ പൊട്ടക്കിണറിന്റെ അനുഭവത്തിലോട്ട് യോസഫ് കടന്നു പോകേണ്ടി വന്നു. അതിനുശേഷം
കാരാഗ്രഹത്തില് പൊത്തിഫറിന്റെ ഭവനത്തിൽ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യോസഫിന്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ സ്തോത്രം കഷ്ടതകള്, പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് യോസഫിനുണ്ടായ അപമാനം, അതെല്ലാം സഹിച്ചുകൊണ്ട് അതെല്ലാം അലക്ഷ്യമാക്കിക്കൊണ്ട് ആ ദൈവം തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ആ പാതകളിൽ കൂടിയൊക്കെയും യോസഫ് കടന്നുപോയപ്പോൾ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിലെ ഒരിക്കലും എന്ത് ചെയ്തില്ല, അവൻ ദൈവത്തെ നിന്ദിക്കുകയോ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. യോസഫിനെ കുറിച്ച് യാക്കോബ് തന്നെ പറയുന്നത് യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം എന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു യോസഫ്. യോസഫിന്റെ ജീവിതത്തിൽ കടന്നു വന്നായ എല്ലാ പ്രതിസന്ധികളെയും ആ സഹോദരങ്ങൾ മുഖാന്തരം അവൻ അനുഭവിച്ചതായ നിന്ദകള്, സ്തോത്രം, ഒറ്റപ്പെടല്, അതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ വാഗ്ദത്തം നിറവേറുന്നതിന് വേണ്ടി യോസഫ് സഹിച്ചുകൊണ്ട് ആ അപമാനത്തെ കർത്താവിനെ പോലെ യോസഫും എന്ത് ചെയ്തു, അലക്ഷ്യമാക്കിക്കൊണ്ട് ഒരിക്കലും പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് അവനുണ്ടായതായ ആ അപമാനം, തന്റെ യജമാനൻ തന്നെ എല്ലാത്തിനും അധികാരിയാക്കി വെച്ചു, തന്നെ കൂടുതലായി സ്നേഹിച്ചു, എല്ലാത്തിനും ഒരു ഉത്തരവാദിത്വം യോസഫിന് കൊടുത്തു. എന്നാൽ യോസഫിന് പൊത്തിഫറിന്റെ ആ ഭാര്യയിൽ നിന്നുണ്ടായതായ അപമാനം, സ്തോത്രം, അതൊന്നും യോസഫിനെ തളർത്തി കളഞ്ഞില്ല. യോസഫ് എന്ത് ചെയ്തു, പിന്നെയും ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം യോസഫ് വാഗ്ദത്തത്തിലോട്ട് എത്തിയോ ഇല്ല, പിന്നെയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ആ കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളിലും അവിടെയും തികച്ചും സൗമ്യനായി ശാന്തനായി യോസഫ് മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നതായ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായ പാനപാത്രവാഹകനും അപ്പക്കാരൻ പ്രമാണിയും യോസഫിനെ പിന്നെ ഓർക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് ഓർക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. യോസഫിന്റെ തക്ക സമയമായപ്പോൾ യോസഫിനെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ യോസഫ് കാരാഗ്രഹത്തിൽ കിടന്ന് രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് ആ രാജാവിന്റെ അടുക്കലോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീർന്നു. അതെല്ലാം യോസഫിന്റെ ജീവിതത്തിലുള്ള ആ വാഗ്ദത്ത നിവർത്തിയാണ്. സ്തോത്രം. അങ്ങനെ ഓരോ വാഗ്ദത്തത്തിലോട്ടും അടുക്കും തോറും ഓരോ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും അപമാനത്തിന്റെയും ഓരോ അനുഭവങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി യോസഫ് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഏറ്റവും അവസാനമാണ് യോസഫിന് ദൈവം കൊടുത്തതായ ആ ദർശനം. ഹല്ലേലൂയ. അനേക വർഷങ്ങൾക്ക് ശേഷം യോസഫ് ആ വാഗ്ദത്തത്തിലോട്ട് പ്രവേശിപ്പാനിടയായി തീർന്നു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പ്ലാനുകളും പദ്ധതികളുമുണ്ട്. ആ പദ്ധതികളിലോട്ട് നമ്മൾ എത്തുന്നത് വരെയും ഹല്ലേലൂയ ഒത്തിരി കഷ്ടതകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും അല്ലെങ്കിൽ നിന്ദകളിൽ കൂടിയും ഒറ്റപ്പെടൽ കൂടിയൊക്കെയും നമ്മൾ മുമ്പോട്ട് കടന്നു പോകേണ്ടി വരും. എന്നാൽ അതെല്ലാം കർത്താവിനെ പോലെ നമുക്ക് അലക്ഷ്യമാക്കി കളയാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഏതെങ്കിലും വ്യക്തികൾ ഹല്ലേലൂയ നമ്മളെ നിന്ദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനപ്പെടുത്തക്ക രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അത് കാര്യമായി എടുക്കാതെ അതിനെ നമ്മൾ നിസ്സാരമാക്കി അതിനെ മൈൻഡ് ചെയ്യാതെ അലക്ഷ്യമാക്കി കളയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പ്രാപിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവസ്ഥനിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ നമ്മൾ പലരിൽ നിന്നും, നമ്മുടെ സ്വന്തക്കാരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ഉള്ളവരിൽ നിന്നും നമ്മുടെ ദേശത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി അപമാനങ്ങൾ നമ്മൾ സഹിച്ചിട്ടുണ്ടായിരിക്കാം. നിന്ദകൾ സഹിച്ചിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇവരെന്തിനാണ് ഇങ്ങനെ കടന്നുപോയത്, എന്തിനാണ് ഇവരുടെ നാമധേയ സഭ വിട്ട് ഇവരെന്തിനാണ് കടന്നുപോയതെന്ന് പറഞ്ഞ് നമ്മളെ നിന്ദിക്കുമായിരിക്കാം, പഴിക്കുമായിരിക്കാം. എന്നാൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അലക്ഷ്യമാക്കി കളയണം. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ അതെല്ലാം മൈൻഡ് ചെയ്യാതെ ആ കർത്താവ് എത്രയോ ഹല്ലേലൂയ സഹിച്ചാണ്, ക്രൂശിനെ സഹിച്ചത്. ഹല്ലേലൂയ. എത്രയോ അപമാനമേറ്റാണ്, എത്ര നിന്ദകൾ സഹിച്ചാണ്. ഹല്ലേലൂയ. റോമൻ തെരുവിലൂടെ ഹല്ലേലൂയ കർത്താവ് ക്രൂശുമായി കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര അത്രയും നാള് കർത്താവിന്റെ പുറകെ നടന്ന് കർത്താവിന്റെ വചനമെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജനമൊന്നും അവിടെ കണ്ടില്ല. സ്തോത്രം. ശിഷ്യന്മാര് പോലും കർത്താവിന്റെ കൂടെ ഇല്ലായിരുന്നു. സ്തോത്ര. അവരൊക്കെ മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ സ്തോത്രം അതെല്ലാം സഹിച്ചുകൊണ്ട് അപമാനത്തെ അലക്ഷ്യമാക്കിക്കൊണ്ട് ക്രൂശിനെ സഹിച്ചുകൊണ്ട് കർത്താവ് മുമ്പോട്ട് പോയി ഹല്ലേലൂയ തന്റെ മുമ്പിൽ വെച്ചിരുന്ന ആ സന്തോഷത്തെ ഓർത്ത് കർത്താവ് അതെല്ലാം സഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, മറ്റുള്ളവർ നമ്മൾ നിന്ദിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അതെല്ലാം ഹല്ലേലൂയ അലക്ഷ്യമാക്കിക്കൊണ്ട് അതെല്ലാം ക്ഷമയോടെ സഹിച്ച് മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് ഇടയായിത്തീരും. അതൊക്കെ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്. യിരെമ്യാ
പ്രവചനം 18-ാം അധ്യായത്തില് ഒരു കുശവനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആമേൻ സ്തോത്രം കർത്താവ് നമ്മളെ പണിതെടുത്ത് കർത്താവിന്റെ കരങ്ങളിലെ മാനപാത്രമാക്കി ദൈവം നമ്മളെ തീർക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ കുശവന്റെ കയ്യില് ആമേൻ പാത്രം ചീത്തയായി പോകുമ്പോൾ അതിനെ പിന്നെയും ഉടച്ച് വാർത്ത് കുഴച്ച് തീച്ചൂളയിൽ കൂടി കടത്തിവിട്ട് മനോഹരമായ ഒരു പാത്രമാക്കി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ആമേൻ ആ പാത്രത്തെ ഹാലിൽ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ആ നല്ല കുശവനായിരിക്കുന്ന ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ പണിതെടുത്ത് നമ്മൾ നല്ലൊരു പാത്രമാക്കി അവൻ മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അതെല്ലാം നമ്മൾ സഹിച്ച് ക്ഷമയോടെ ദീർഘക്ഷമയോടെ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥനെ ഇരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.